കൂലി വർധനവ് ആവശ്യപ്പെട്ട് എടമുട്ടം പാലപ്പെട്ടിയിലെ സപ്ലൈകോ ചാവക്കാട് താലൂക്ക് ഡിപ്പോ ഓഫീസിലേക്ക് INTUC ചുമട്ടുതൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. ചാവക്കാട് കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ 33 മാവേലി സ്റ്റോറുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിറക്ക് നടത്തുന്ന തൊഴിലാളികൾക്ക് 1.5 വർഷമായിട്ടും കൂലി പുതുക്കി നിശ്ചയിക്കാത്തതുകൊണ്ട് ജില്ലാ ലേബർ ഓഫീസർ ഓർഡർ ഇട്ടത് പ്രകാരമുള്ള 18% കൂലി വർധനവും മുൻകാല പ്രാബല്യവും ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് INTUC പാലപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. ചുമരിണ്ടെങ്കിലും ചിത്രം എഴുതാൻ പാടുമെന്ന് ഞങ്ങളുടെ തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. തൊഴിലിടങ്ങൾ സമരങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് INTUC ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിനും പിന്നാങ്ങിക്കൊണ്ട് പണമില്ലെങ്കിൽ അത് സ്വരൂപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. തൊഴിലാളികൾക്ക് ആവശ്യമായ കൂലി കൊടുക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. മുൻകാലങ്ങളിൽ കൊടുത്തതിന് ഒപ്പം തന്നെ കൊടുക്കാൻ പോലും കഴിയാതെ ഉത്തരവിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ഞങ്ങൾക്ക് ഇനി കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. യൂണിറ്റ് പ്രസിഡന്റ് PK ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് അംഗം MI അഷ്റഫ്, INTUC റീജിയണൽ പ്രസിഡന്റ് സുമേഷ് പാണാട്ടിൽ, മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി, MM ഇക്ബാൽ, KH കബീർ, ഗ്രാമപഞ്ചായത്ത് അംഗം വൈശാഖ് വേണുഗോപാൽ, അഭിലാഷ് തേവർക്കാട്ടിൽ, സചിത്രൻ തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാലാകാലങ്ങളായി ഈ 2 വർഷം കൂടുമ്പോ നമ്മൾക്ക് ഇവിടത്തെ എഗ്രിമെന്റ് പുതുക്കി മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഓരോ 2 വർഷം കൂടുമ്പോഴും കഴിഞ്ഞ 2018 മുതൽ 35% ഉൾപ്പെടെ 20-ൽ 18% ഉൾപ്പെടെ മുഴുവൻ സമയങ്ങളിലും ഞങ്ങൾക്ക് അതിൻ്റെതായ കാലാകാലങ്ങളിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ശതമാന വർധനവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വരുന്ന പൂർണ്ണമായിട്ടുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം നിലനിന്നിരുന്നു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.